ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനെന്ന് പറയുമ്പോൾ ലാലേട്ടന് കണ്ണ് കാണത്തില്ലേ എന്നാണ്. അപ്പൊ നിങ്ങൾ ഓർക്കെ ലാലേട്ടൻ കണ്ണാടി വെച്ചിട്ടൊരു കണ്ണും കാണാമല്ലോ, പിന്നെ എന്താണ് ബ്രോ ഈ ചോദിക്കുന്നത്? അതേക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒന്നുമല്ല, ലാലേട്ടൻ എപ്പോൾ വന്നാലും പെട്ടെന്നൊരു വിളിക്കുന്ന ഒരു പേരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെന്ന് അറിയത്തില്ല, നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചോണ്ടെന്ന് അറിയത്തില്ല. ജാസ്മിൻ, മുല്ലപ്പൂ. മലയാളം പറഞ്ഞതുള്ളൂ കേട്ടോ, വേറെ ഒന്നല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, എന്ത് ഗെയിം പറഞ്ഞാലും അല്ലെ ആരോട് എന്തെങ്കിലും ചോദിക്കണം, ലാലേട്ടൻ ആദ്യം വിളിക്കും ജാസ്മിൻ്റെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷമേ ലാലേട്ടൻ അതേ കുറിച്ച് കൂടുതൽ പറയുള്ളൂ. വേറെ ആര്? അപ്പോൾ അവിടെ സിജയുണ്ട്, ശ്രീതുണ്ട്, വേറെ ആരുണ്ട്, പിന്നെ ഒരു കുറച്ച് ഇത് പുള്ളി വിളിക്കുന്ന നോറ. ഈ രണ്ട് പേരാണ്. നോറ ഔട്ടായി. വേറെ എപ്പം വിളിച്ചാലും എന്ത് അഭിപ്രായം ചോദിക്കണം, അല്ലെങ്കിൽ എന്ത് കാര്യം ചോദിക്കണം, ഫസ്റ്റ് ചോദിക്കുന്ന ഒരു പേരാണ് ജാസ്മിൻ. അപ്പം ലാലേട്ടന് കണ്ണ് കാണത്തില്ല. മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം അവിടെ ഉണ്ട്. എല്ലാവരും ഒരുപോലെയല്ലേ നിങ്ങൾക്ക്? ഇത് ലാലേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്, വേറെ ഒന്നല്ല. ലാലേട്ടൻ എന്ന വ്യക്തിക്ക് ആരെയും അറിയത്തില്ല ശരിക്കും. പുള്ളി വരുന്നു, പുള്ളിയുടെ ഇത് ചെയ്ത് പോകുന്നു. പക്ഷെ അവിടെ ഉള്ളൊരു പുള്ളിയുടെ ഇവിടെ ഒരു ഫോണുണ്ട്. ആ ഫോണിലൂടെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ആ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോഴാണ് പുള്ളി അതനുസരിച്ച് റിമോട്ട് പോലെ ചലിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടെന്ന് അറിയത്തില്ല. പുള്ളിയുടെ ഇവിടെ ഒരു ഇതുണ്ട്. അപ്പോൾ ആ ഇതിലൂടെ അകത്തുള്ളൊരു എന്താണോ എന്ന് പറഞ്ഞാൽ അവർക്ക് ലാലേട്ടൻ വഴി എന്താണ് ചെയ്യേണ്ടത് അത് അവരോട് ഇതായിരിക്കും. അപ്പം കൂടുതൽ പ്രത്യേക പരിഗണന ജാസ്മിന് കൊടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടില്ലേ? ലാലേട്ടൻ അങ്ങനെ പറ്റിയല്ല. ലാലേട്ടൻ ഒരു ഇതായിട്ട് നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ചെറുപ്പം പോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള വ്യക്തിയാണ്. പക്ഷെ ലാലേട്ടൻ ഒരാളെ തന്നെ വിളിക്കുന്നത് വളരെ മോശമാണ്. എന്നാ വെച്ചാൽ ആ മത്സരാർത്ഥി മാത്രമല്ലല്ലോ അവിടെ ഉള്ളത്, വേറെയുള്ള എല്ലാ മത്സരാർത്ഥിയും അവിടെ ഈക്വൽ അല്ലേ നിങ്ങൾക്ക്? അങ്ങനെ നിങ്ങൾ കാണൂ. നിങ്ങൾ ഒരാളെ മാത്രം എന്തിനാ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നത്? എപ്പോൾ വിളിച്ചാലും നിങ്ങൾ ഏത് ടാസ്ക് എടുത്താലും അല്ലെങ്കിൽ എന്തെടുത്താലും ജാസ്മിനെ കൂടുതൽ വിളിക്കുക. പിന്നെ ടാസ്കിലല്ല, ജാസ്മിൻ്റെ സംസാരിക്കും, ജാസ്മിൻ നടക്കുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഒന്നും കാണിക്കുക. ഇപ്പോൾ സിജയുണ്ട്, സീതുണ്ട്, അർജുനുണ്ട്, ഇവരെയൊന്നും ലാലേട്ടൻ വിളിക്കാറില്ല ഫസ്റ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടെന്ന് അറിയത്തില്ല, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ലാലേട്ടൻ വിളിക്കുന്നു. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എപ്പിസോഡ് ശ്രദ്ധിക്കുന്നുണ്ട്. ലാലേട്ടൻ വിളിക്കുകയാണെങ്കിൽ ജാസ്മിൻ്റെ അഭിപ്രായം കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ള മത്സരാർത്ഥികൾ ലാലേട്ടൻ ചോദിക്കും, എന്താണ് ലാലേട്ട? എല്ലാവർക്കും ലാലേട്ടൻ അവരെ കണ്ണ് പെടുന്നില്ലേ? ലാലേട്ടൻ കണ്ണ് കാണാൻ പോലെ എല്ലാവരും ഒരുപോലെ അല്ല ലാലേട്ട. ഒരാൾ മാത്രം അത്ര ഇതല്ലല്ലോ, ബാക്കി എല്ലാവരും കണ്ടസ്റ്റൻസ് എല്ലാം ഒരുപോലെയല്ലേ ലാലേട്ടൻ? ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാ മത്സരാർത്ഥിയും ഒരുപോലെയാണ്, ഞങ്ങൾക്ക് ആരോടും വലിയ ഇതൊന്നുമില്ല. പക്ഷെ നിങ്ങൾ കാണിക്കുന്നത് എന്തുവാണ്? ഒരു മത്സരാർത്ഥിയെ മാത്രം ഒരുപാട് അങ്ങ് പൊക്കിക്കൊണ്ട് വരിക, അല്ല അവരോട് മാത്രം എല്ലാ കാര്യങ്ങളും ചോദിക്കുക. ബാക്കിയുള്ള ജിൻഡോടൊന്നും ചോദിക്കാറുണ്ട്. ഇപ്പോഴാണ് ജിൻഡോടെ പേര് വല്ലപ്പോഴും ലാലേട്ടൻ എടുത്തിടുന്നത്. അല്ല, ജിൻഡോടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ചൊന്നും ചോദിക്കത്തില്ല. ഇതെന്താണ് ലാലേട്ട ഇവിടെ? ലാലേട്ടൻ കണ്ണ് കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ലാലേട്ടൻ കണ്ണ് കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് പറയാം. ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.